വിദേശികൾ ഇഷ്ടം പോലെ വരുന്ന സ്ഥലം. ഒരുപാട് കാര്യങ്ങൾ. ഐ ഗസ് മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കണം എന്നിട്ട് പറഞ്ഞ് കിടന്ന് രാവിലെ 7 മണിക്ക് എണീറ്റ് പോകേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രവാസിന്റെ ഓരോ ദിവസം. അപ്പൊ ഇപ്പൊ വേറെയും കുറെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പേര് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതങ്ങൾ. അപ്പൊ നീ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോവാണ്. ഭക്ഷണമൊക്കെ എടുത്തു തരണം. എന്താ കറി നോക്കട്ടെ. പൊറോട്ട ഉണ്ട്, മീൻകറി ഉണ്ട്. നമുക്കിവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ്. നമ്മൾ വന്നാൽ മതി. എല്ലാവരും ഇങ്ങനെ ഒന്നല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പനിയിൽ ആയതുകൊണ്ട് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വന്നിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കണമെങ്കിൽ. അതൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി തന്നെ സ്റ്റെപ്പുണ്ട്. നമ്മൾ വലിയ പ്രയാസം ഇല്ലാതെ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇന്നത്തെ ഫുഡ് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കിച്ചണാണ്. ഫുഡ് ഉണ്ടോ? അതിനാണ് മീൻകറി എടുക്കണ്ട. അടിപൊളി പ്രാദേശിക ചോറാണ്. പൊറോട്ട ഭായി, പൊറോട്ട കഴിച്ചാൽ പൊറോട്ട അടിപൊളി പൊറോട്ടകളുണ്ട്. ബംഗാളി ചോറാണ്. അതുപോലെ പരിപ്പും കറി ഉണ്ട്. അഭി അഭി बनाते ना. ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ എടുത്ത് ഒരാൾ പോരുന്നുണ്ടോ? അയാൾ ഇനി റൂമിൽ കയറി മൊബൈലിൽ നോക്കി കളിച്ചാൻ പോവാണ്. അല്ലോ ആളൊക്കെ ഒന്ന് കണ്ടാളി. അരണാണെങ്കിൽ പറഞ്ഞു കൊടുക്കട്ടെ നാട്ടിൽ തന്നെ. അപ്പൊ ഞാനിപ്പോ ഈ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒമാന്റെ ഒരു നൈറ്റിലുള്ള ഒരു ഭംഗി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സംഗതി നല്ല രസമാണ് ഒമാൻ്റെ ഇവിടെ. പൊതുവെ ഒമാനിനെ സംബന്ധിച്ചിടത്തോളം വളരെ സൈലന്റ് ആണ്. പ്രശ്നങ്ങളും വളരെ കുറവുള്ള രാജ്യമാണ്. ജനങ്ങളും വളരെ നല്ല മനുഷ്യരാണ്. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ രാത്രി ഒന്ന് ഇറങ്ങി എവിടേക്കും പോകണം എന്ന് പേടിക്കാതെ പോയി ഏത് പെണ്ണുങ്ങൾക്ക് ഏത് സമയത്തും എയിലെയും നടക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് ഒമാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചതാണ്. കണ്ടോ, അത് സ്വർണം പോലെ തിളങ്ങി കൊടുക്കുന്ന ഒരു സാധനം കണ്ടെങ്കിൽ ഒരു പള്ളിയാണത്. ഇവിടുത്തെ ഒരു വലിയ പള്ളിയാണ് മസ്ജിദ് കാബൂസ് മസ്ജിദ് വരെ. ഇതിന്റെ ലൈറ്റിംഗ് സെറ്റിങ്സ് ഉണ്ടല്ലേ, എന്താണ് ഇതിന്റെ ഒരു ഇത്. ഇങ്ങനത്തെ പുറമാണിത് ചുറ്റുഭാഗങ്ങള്. ഞാൻ ഇതിന്റെ ഇങ്ങനെ മുകളില് ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇന്ന് ടെറസിന്റെ മുകളിലാണ് ഇവിടുത്തെ നമ്മളെ ഇത് കുക്കിംഗ് ഒക്കെ എടുക്കുന്നത്. അവിടെ റൂം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളെ കുക്കിംഗ് ഒക്കെ. കണ്ടോ, അതൊക്കെ വീടിലെ ഏരിയകളാണ്. ആ കാണുന്നതൊക്കെ വീടുകളാണ്. ഇവിടുത്തെ റെസിഡൻസി ഏരിയകളാണ്. അങ്ങനെ പോകുന്നത്.
ഇവിടെ പകലാണ് ഇത് രസം. മലകൾ ചുറ്റുഭാഗം മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം. പിന്നെ ഇപ്പോ ഇവിടെ ഈ ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ കടകളുണ്ട്. കടകളൊക്കെ അടച്ചു പോയിട്ടുണ്ട്. കുറേ കടകൾ, മസാജ് സെൻ്ററുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഉണ്ടോ? അവിടെ കണ്ടു കുറേ മലൻ്റെ വലിയ മലയാണ് ആ കാണുന്നത്. ആ മലൻ്റെ മുകളിലൊക്കെ താമസം ആളുകൾ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ അതിൻ്റെ മുകളിലേക്കൊക്കെ പോകണമെങ്കിൽ ബുദ്ധിമുട്ട് പറയാം. ഇങ്ങനെ കളഞ്ഞു പൊതിഞ്ഞ് പോകുന്ന റോഡുകളാണ്. രസമുള്ള ഏരിയകളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ജീവിക്കാനും നല്ല സുഖം. പിന്നെ പൊതുവെ ഒരു ശല്യം ഇല്ലാത്ത ഏരിയയാണ്. ഒരുവിധ ശല്യങ്ങളും ഇല്ല. ഉള്ളേരിയ ആണെങ്കിലും ശരി, ഇവിടുത്തെ പ്രാദേശിക ജനങ്ങളുണ്ടോ മറ്റോ ഒമാനികളുകൊണ്ടൊന്നും യാതൊരു ശല്യങ്ങളും ഇല്ലാതെ ഏത് രാത്രി നമുക്ക് എവിടെയും നടക്കാം. ഏത് സമയത്തും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ജനങ്ങൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ. ഇപ്പം സ്ത്രീകൾ നോട്ടിക്കോട്ടെ, സ്ത്രീകൾക്ക് വരെ രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ സ്ത്രീകളൊക്കെ ഇറങ്ങി ഇങ്ങനെ റോഡിൽ നടക്കാനൊക്കെ ഇറങ്ങി നോക്കാറുണ്ട്. ഒരു പേടിയും കൂടാതെ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യാം, ഒരു ഭയം കൂടാതെ. അതിങ്ങനെ പോകുന്ന റോഡാണ്. നേരെ ഇതിൻ്റെ ഹൈവേ ആണ് കാണുന്നത്. വണ്ടികളൊക്കെ ഇപ്പോൾ രാത്രിയാകുമ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് അങ്ങനെ പോയാൽ കുറേ അവിടെ ആ ചോപ്പ് ലൈറ്റ് കാണുന്ന ഒരു ഹോട്ടലാണ്. ഇവിടുത്തെ ഒരു വലിയ ഹോട്ടലാണ്. ഇങ്ങനെ അടിപൊളി ഏരിയകളാണ്. നല്ല ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ യുദ്ധമൊക്കെ നടക്കുന്ന കാരണത്താൽ തന്നെ പൊതുവെ ആളുകൾ കുറവാണ്. മറ്റത് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ, വിദേശികൾ ഇഷ്ടംപോലെ വരുന്ന സ്ഥലം. ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഇവിടെ. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരുപാട് പുരാതന ഓരോരോ വസ്തുക്കൾ ഒരുപാടുണ്ട്. എല്ലാം കൊണ്ടും സംസ്കാര സമ്പന്നമായ ഒരു രാജ്യമാണ് ഒമാൻ. നമ്മളെ വാട്ടർ ടാങ്കാണ്. 3-4 ടാങ്കുകളുണ്ട് മുകളിൽ. ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ ഒരുക്കത്തിലാണ്. ഹെൽത്തി ഫുഡാണ്. ക്യാരറ്റൊക്കെ ഇത് റാഷിദ് പറയും, കുപ്പക്കാരനാ. ഫുള്ള് ഫുഡടിയാണ്. രാത്രി 12 മണി 1 മണിയായി ഫുള്ളും ഫുഡ് അടിച്ചു തീർക്കണേ. രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാണ്. എന്നിട്ട് ചിരിക്കണ്ട. അപ്പൊ ഇപ്പൊ 12 മണി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ ആൾക്കാർ വന്നുകൊണ്ടിരിക്കണതല്ല. ഓരോരുത്തർ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നേ മറ്റേ ഇതില്ലേ ഇപ്പൊ അവിടെ തുറന്നണോ? ഓരോരുത്തരെ കയറി വരുന്നേ ഭക്ഷണം കഴിക്കാനും പ്ലേറ്റൊക്കെ എടുത്തിട്ട്. ഇപ്പൊ പിന്നെ രാവിലെ ഡ്യൂട്ടിയില്ലല്ല, ഉച്ചക്ക് 11 മണിക്കൊക്കെ ഡ്യൂട്ടിയില്ല ആൾക്കാരാണ്. അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അനക്ക് എത്ര മണിക്കാ ഡ്യൂട്ടി? 9 മണിക്കോ? വൈകുന്നേരം 3:30-കോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇനി നമുക്ക് നാളെ കാണാം. ഇന്ന് ഞാൻ ഉറങ്ങാൻ പോവാണ്. ഇപ്പൊ ഇനി പോയിട്ട് കിടന്നുറങ്ങട്ടെ കേട്ടോ. അപ്പൊ ഇനി നാളെ കാണാം കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും വിഷയമല്ല. അവരൊക്കെ ഇപ്പൊ 12 കഴിഞ്ഞപ്പോൾ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. ഇനി 6 മണിക്ക് പോകേണ്ട ആൾക്കാർ, 7 മണിക്കൊന്നും പോകേണ്ട ആൾക്കാരൊന്നുമില്ല. എല്ലാവരും 11 മണിക്ക് 12 മണിക്കൊക്കെ ഡ്യൂട്ടിക്ക് കയറേണ്ട ആൾക്കാരാണ്. അപ്പൊ സുഖമായിട്ട് സുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ സമയമുണ്ട്. ഇനിയിപ്പോ കളിയൊക്കെ അവർ കളിയൊക്കെ കണ്ട് പതുക്കെ ഉറങ്ങുള്ളൂ. അതിൽ 1 മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുകൾ വരെ ഉണ്ട്. സംഗതി രസമാണ്. ഒരുപാട് ആളുകളുണ്ടാവും.
അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. നാളെ കാണാം കേട്ടോ.